ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്ത ഡൈസ് എറ എന്ന പടം കണ്ടു. എന്റെ മോനെ, ദിസ് ഈസ് ദ മൂവി, ആബ്സല്യൂട്ട് മൂവി. ഹൊറർ പടം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഭൂതകാലം തിയേറ്ററിൽ നിന്ന് മിസ്സായി. അത് OTT-ലാണ് റിലീസ് ആയത്. അത് നമുക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കും ഈ പടം കാണുമ്പോൾ. ദിസ് ഈസ് എ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ഹൊറർ മൂവി. 100% ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ആവില്ല. ബെസ്റ്റ് മൂവി. ആൻഡ് എടുത്ത് പറയുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും, മ്യൂസിക്, DOP, എഡിറ്റിംഗ്, കോസ്റ്റ്യൂം, എല്ലാ ഡിപ്പാർട്ട്മെന്റും ബെസ്റ്റ്. ആൻഡ് കാസ്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് എടുത്ത് പറയേണ്ട 3 പേരാണ്. ഒന്ന് പ്രണവ് മോഹൻലാലും, പിന്നെ നമ്മുടെ ജിബിൻ ജോർജും, പിന്നെ ഒരു പയ്യനുണ്ട്. ആ പുള്ളിയുടെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. അർജുൻ അജയ് എന്താണ് പേര്. കിഡില മക്കളെ, പടം കണ്ടവർക്കറിയാം. ഞാൻ ഒരു സ്പോയിലറും പറഞ്ഞില്ല, പടത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറഞ്ഞില്ല. പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തോ. സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് വരെ എഡ്ജ് ഓഫ് ദ സീറ്റ് ആണ്. ഞാൻ പല ഹൊറർ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്തോനേഷ്യനും ഇംഗ്ലീഷും തായ്ലൻഡും മലയാളവും തമിഴ് ഹിന്ദി ആൻഡ് കുറെ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് ഹൊറർ പടം ഒരു ക്ലീഷ ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് ദിസ് ഈസ് സംതിങ് എൽസ്. കിട്ടില്ല പടം, പോയി കണ്ടോളൂ. എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഇത് A സർട്ടിഫിക്കറ്റ് മൂവിയാണ്. ചെറിയ മക്കളും പ്രഗ്നന്റ് ആയ വുമൻസും ഒന്ന് കൊണ്ടുപോകരുതെന്ന് ഞാൻ പറയും. പടം കണ്ടിട്ട് ഞാൻ തന്നെ തലയിൽ കൈ വെച്ച് എന്റെ പൊന്നു മക്കളെ, എനിക്ക് ആ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. സോ ഗായ്സ്, പ്ലീസ് ബി വെയർ. നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോകാതെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയും ഫാമിലി ആയിട്ട് പോവുക. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി. കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പടം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വൺ ഓഫ് ദ ബെസ്റ്റ്. ഞാൻ ഈ പറഞ്ഞ ജിജിൻ ജോർജ് സൂപ്പർ, പ്രണവ് മോഹൻലാൽ സൂപ്പർ, പയ്യൻ സൂപ്പർ, ഇതിലെ എല്ലാ കാസ്റ്റും സൂപ്പർ ആണ്. ആൻഡ് രാഹുൽ സദാശിവൻ, താങ്ക് യു ഫോർ ദിസ് മൂവി. പുള്ളിയുടെ റെഡ് റെയിൻ ഫ്ലോപ്പ് ആയെന്ന് വെച്ചിട്ട് ബാക്കി എല്ലാ പടം പട കിഡില്ല. ഐ എം വെരി ഹാപ്പി ഫോർ ദിസ്. ഞാൻ ഈ പടത്തിന് ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ പോലും വിചാരിച്ചില്ല ഇത് ഇതുപോലത്തെ ഒരു കിഡിലം പടമായിരിക്കുന്നു. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ്. ആൻഡ് വേറൊരു കാര്യം പറയാണ്ട്, ഈ പടത്തിന്റെ ഒരു വെർത്ത് മനസ്സിലാവാൻ ഞാൻ ഈ പടം ബുക്ക് മൈ ഷോയിലാണ് ബുക്ക് ചെയ്തത്. തിയേറ്ററിൽ എത്തിയപ്പോൾ എന്റെ ഫോൺ ഞാൻ എടുക്കാൻ മറന്നുപോയി. സോ ഞാൻ അവിടുന്ന് വേറൊരു ടിക്കറ്റ് എടുത്ത് പടം കണ്ടു. സോ ഇറ്റ് കോസ്റ്റ് മീ അറൌണ്ട് 400 rupees. 400 രൂപ കൊടുത്തിട്ട് എനിക്ക് ഐ ആം ഫീലിംഗ് ഇറ്റ്സ് വെർത്ത്. കിട്ടില്ല പടം, വൺ ഓഫ് ദ ബെസ്റ്റ്. ആൻഡ് 10 out of 10 മസ്റ്റ് വാച്ച് മൂവി. ഓൾ ഓഫ് യു ഗായ്സ്, എണീച്ച് നേരെ തിയേറ്ററിലേക്ക് വിട്ടോ. തിയേറ്ററിൽ കാണാണ്ട് OTT കാണാതിരിക്കുകയാണെങ്കിൽ പൊന്നുമക്കളെ റിഗ്രറ്റ് ചെയ്യും. ഞാൻ വെറുതെ പറയല്ല, കിഡില്ല പടം. സോറി ഗായ്സ്, ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആണ്. ദിസ് മൂവി ഈസ് ബെസ്റ്റ്. ഗായ്സ്, ഗോ വാച്ച് ഇൻ തിയേറ്റർ. ഞാൻ ഈ പടത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, സ്പോയിലർ ഒന്നും ചെയ്യുന്നില്ല. ഗായ്സ്, ഭൂതകാലം കണ്ടിട്ട് നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ വേറൊരു ഫീൽ കിട്ടും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.